إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലകളും വിലക്കുകളും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിതത്തെ തഖ്വയുള്ള ജീവിതമാക്കി തീർക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അതിന് സഹായിക്കുകയും തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ചെറിയ ചെറിയ അമലുകളിലൂടെ, ഇബാദത്തുകളിലൂടെ വലിയ വലിയ പ്രതിഫലം നേടിയെടുക്കുവാനുള്ള അവസരം നൽകുക എന്നുള്ളത്. അമലുൻ യസീറുൻ വ ഉജൂറുൻ അളീമുൻ എന്ന് പറയുന്ന പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്ന പ്രവാചകനിൽ നിന്നും സ്വഹാബത്ത് കേട്ട് പഠിച്ച, നമുക്കെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ യാതൊരു വിധത്തിലുള്ള അധ്വാനമോ വിയർപ്പൊഴുക്കലോ സമയം കളയലോ ഒന്നും ആവശ്യമില്ലാത്ത വിധം ചെറിയ അമലുകളിലൂടെ വലിയ പ്രതിഫലം നേടാനുള്ള അവസരം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു, ആരാണ് പ്രവാചകരെ ഖൈറുന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനാരാണ്? പ്രവാചകൻ പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ദീർഘകാലം ജീവിക്കാനുള്ള അവസരം കിട്ടുകയും ദീർഘായുസ് കിട്ടുകയും ആ ദീർഘായുസിൽ മുഴുവൻ സൽക്കർമ്മം ചെയ്യുവാനുള്ള തൗഫീഖ് ലഭിച്ചവനാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. സാധാരണ നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തു തബാറക്ക എന്ന് പറയുന്ന അൽ മുൽക്ക് സൂറത്ത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത് ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളെല്ലാവരും
ധാരാളം അമലുകൾ ചെയ്യാനല്ല അള്ളാഹ് പറഞ്ഞത്. അയ്യുക്കും അഹ്സനു അമല എന്ന് പറഞ്ഞു. നിങ്ങളിൽ ഏറ്റവും നല്ല സൽക്കർമ്മം ചെയ്യുന്നവൻ ആര് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് മരണവും ജീവിതവും നാം നൽകിയത് എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ അമലുകൾ ചെയ്യുക എന്നുള്ളത് അക്സറു അമല എന്നല്ല അള്ളാഹ് അവിടെ പ്രയോഗിച്ചത്, മറിച്ച് അഹ്സനു അമല എന്നാണ് പ്രയോഗിച്ചത്. അതുകൊണ്ടാണ് ചെറിയ ചെറിയ അമലുകളിലൂടെ വലിയ വലിയ പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയത്. ഈ ഉമ്മത്തിന് വളരെ കുറഞ്ഞ ആയുസ്സാണ് അള്ളാഹു നൽകിയിട്ടുള്ളൂ. അഅ്മാറു ഉമ്മത്തി മാ ബൈന സിത്തീന വസബഈൻ. പ്രവാചകൻ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൻ്റെ ശരാശരി ആയുസ് എന്ന് പറഞ്ഞാൽ അത് 60നും 70നും ഇടക്കുള്ള പ്രായമാണ്. എന്നാൽ അതിൽ കുറച്ചു പേർ മാത്രമാണ് അതിൽ നിന്ന് പിന്നിട്ട് പോകുന്ന ആളുകൾ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെറിയ അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ വലിയ പ്രതിഫലം കിട്ടുമെന്ന് നമ്മൾ പഠിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്, കലിമത്താനി ഹബീബത്താനി ഇലർ റഹ്മാൻ ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് പറയുന്നുണ്ട്. ഈ ഹദീസിന്റെ പ്രത്യേകത, മഹാനായ ഹദീസ് നിവേദക പരമ്പരയിലെ ഏറ്റവും പ്രസിദ്ധനായ പണ്ഡിതനാണ് ഇമാം ബുഖാരി റഹിമഹുല്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഹദീസ് ക്രോഡീകരിച്ച കിതാബിൻ്റെ പേരാണ് അൽ ജാമിഉസ് സ്വഹീഹ് എന്ന് പറയുന്നത്. അദ്ദേഹം ആ ഹദീസ് ഗ്രന്ഥത്തിൽ 7563 ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാമത്തെ ഹദീസ് എന്ന് പറയുന്നത് നമ്മളൊക്കെ പഠിക്കുന്ന, നമുക്ക് അറിയുന്ന ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നുള്ള ഹദീസാണ്. ആ ഹദീസ് ഗ്രന്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ എല്ലാ ഹദീസുകളും ക്രോഡീകരിച്ചു. കാരണം ഏത് അമല് സ്വീകരിക്കണമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ നിയ്യത്തിനനുസരിച്ചാണ് കർമ്മങ്ങൾ സ്വീകരിക്കുക. അപ്പൊ നിയ്യത്തിൻ്റെ പ്രാധാന്യം ആദ്യമുണ്ടെങ്കിൽ മാത്രമാണ് താഴെ കൊടുക്കുന്ന ഏത് അമല് ചെയ്താലും പ്രതിഫലം ലഭിക്കുക എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം അൽ ജാമിഉ സ്വഹീഹ് എന്ന വലിയ ഗ്രന്ഥം റസൂലുള്ളാഹിന്റെ ഹദീസ് ക്രോഡീകരിച്ച് അവസാനം കൊടുത്ത ഹദീസാണ് തൊട്ട് മുമ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ ഹദീസ്. കലിമത്താനി ഹബീബത്താനി ഇലർ റഹ്മാൻ ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. നമുക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചൊല്ലുവാനും ഏത് സമയത്ത് നമുക്ക് പറയുവാനും പറ്റിയ ഒരു ദിക്റാണ്. അതിനെന്താ പറഞ്ഞത്? കലിമത്താനി,
രണ്ട് വാക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പഠിപ്പിക്കുന്ന ബോധന രീതിയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സ്വഹാബത്തിന് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കേൾക്കുന്നവൻക്ക് ഏറ്റവും ലളിതമായും ഒരു ഭാരവുമില്ലാതെ ഒരു പ്രയാസമില്ലാതെ ആ കാര്യം ചെയ്യാൻ പറ്റും എന്ന് റസൂൽ ആദ്യം തൻ്റെ ശ്രോതാക്കൾക്ക്, തൻ്റെ സ്വഹാബത്തിന്, അവരുടെ മനസ്സുകളും ശ്രദ്ധകളും തന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി പ്രവാചകൻ എടുക്കുന്ന ഏറ്റവും വലിയൊരു അധ്യാപന രീതിയാണെന്ത്? വളരെ എളുപ്പമുള്ള കാര്യമാണ്. രണ്ട് വാക്കുകൾ, അതാണ് റസൂലുള്ളാഹിന്റെ വാക്ക്. കലിമത്താനി, സ്വഹാബത്തെ രണ്ട് വാക്കുകളുള്ളൂ. ആ രണ്ട് വാക്കുകൾ നിങ്ങൾക്ക് പറയാൻ ഒരു പ്രയാസവുമില്ല, ബുദ്ധിമുട്ടുമില്ല, യാതൊരുവിധ അധ്വാനവുമില്ല, വളരെ എളുപ്പമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഹബീബത്താനി ഇലർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന് ഏറെ പ്രിയപ്പെട്ട കാര്യമാണ്. നിങ്ങൾ പറയുന്നത് വളരെ ചെറിയ രണ്ട് വാക്കുകളാണെങ്കിലും യാതൊരുവിധ ബുദ്ധിമുട്ടും അതിനില്ല പറയാൻ. വളരെ എളുപ്പമാണ്, രണ്ട് വാക്കുകളേ ഉള്ളൂ. പക്ഷേ ആ രണ്ട് വാക്കുകൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, റസൂല് ഹബീബത്താനി ഇലല്ലാന്നോ ഹബീബത്താനി ഇലൽ അലീമെന്നോ ഹബീബത്താനി ഇലർ റസാഖ് എന്നല്ല പറഞ്ഞത്, ഹബീബത്താനി ഇലർ റഹ്മാൻ എന്ന് പറഞ്ഞു. പരമകാരുണ്യകനായ അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട രണ്ട് വാക്കുകളാണ് അത്. എന്നാലോ ഖഫീഫത്താൻ അലൽ ലിസാൻ, നിങ്ങളെ നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമുള്ള, വെരി ഈസി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഭാരവുമില്ല, ഒരു പ്രയാസവുമില്ല, ഒരു അധ്വാനവും നിങ്ങൾക്കില്ല. കാരണം അത്രയും ലഘുവായി പറയാൻ പറ്റുന്ന, ഇനി നിങ്ങളുടെ ചുണ്ട അനക്കിയിട്ടില്ലെങ്കിലും ഹൃദയം കൊണ്ട് പറയാൻ പറ്റുന്ന ഒരു രണ്ട് കാര്യമാണ്. പക്ഷെ അള്ളാഹ്ക്ക് ഏറെ പ്രിയപ്പെട്ടതുമാണ്. എന്നിട്ട് പറഞ്ഞു, പിന്നെ സഖീലത്താനി ഫിൽ മീസാൻ, എന്നാലോ മീസാനിൽ കനം തൂങ്ങുന്ന അമലുമാണ്. കാരണം നാളെ മരണത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല വിചാരണ നടത്തും, മഹ്ശറയിൽ നിൽക്കും. എന്നിട്ട് അവൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് തീരുമാനിക്കൽ അവൻ്റെ മീസാനിൽ കർമ്മങ്ങളെ തൂക്കുമ്പോഴാണ്. മീസാനിൽ അല്ലാഹു സുബ്ഹാനഹു തആല 3 തരത്തിലാണ് മനുഷ്യനെ തൂക്കൽ. ഒന്ന്, അവൻ്റെ ആദ്യം കർമ്മങ്ങൾ എടുത്ത് തൂക്കും. അവൻ ചെയ്ത ഇബാദത്തുകൾ മുഴുവൻ എടുത്ത് തൂക്കും. അത് മാറ്റിവെച്ചിട്ട് അള്ളാഹു പിന്നെ അവൻ ചെയ്ത അമലുകൾ രേഖപ്പെടുത്തിയ കിതാബുകൾ, രേഖകൾ എടുത്ത് തൂക്കും. പിന്നീട് ഇത് ചെയ്ത മനുഷ്യനെ എടുത്ത് തൂക്കും. അങ്ങനെ 3 തരത്തിലാണ് മനുഷ്യന്റെ കർമ്മങ്ങൾ അള്ളാഹു മീസാനിൽ വെച്ച് തൂക്കുക. ചില ആളുകൾ കർമ്മങ്ങൾ മീസാനിൽ വെച്ച് തൂക്കുക എന്നുള്ള വിശ്വാസം സ്വീകരിക്കാത്ത ആളുകളുണ്ട്. അതൊക്കെ ഒരു ആലങ്കാരിക പ്രയോഗമാണ്, അതൊക്കെ ഒരു ചുരുക്കിന് പറഞ്ഞതാണ്. അതൊന്നും, കർമ്മങ്ങളൊന്നും അവിടെ ഒരു തുലാസിൽ വെച്ച് തൂക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാവുകയില്ല എന്നൊക്കെ പറയുന്ന വ്യതിയാന കക്ഷികളായ ആളുകളുണ്ട്. പക്ഷേ സത്യവിശ്വാസികളും ഖുർആനും ഹദീസും പഠിക്കുന്ന ആളുകൾക്ക് കർമ്മങ്ങൾ തൂക്കുമെന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ അംബിയായിലും അതുപോലെ സൂറത്തുൽ അഅറാഫിലൊക്കെ അല്ലാഹു പറഞ്ഞു, വൽ വസ്നു യൗമഇദിനിൽ ഹഖ്, ഖിയാമത്ത് നാളിൽ മനുഷ്യൻ ചെയ്ത കർമ്മങ്ങൾ തൂക്കുക എന്നുള്ളത് സത്യമാണ്. അതിലെ ഒരു ആശങ്കയും ഒരു സംശയം ആർക്കും വേണ്ട. ഫമൻ സഖലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ആരുടെ കർമ്മമാണ്, സൽക്കർമ്മമാണ് അവിടെ കനം തൂങ്ങുന്നത്, അവനാണ് യഥാർത്ഥത്തിൽ വിജയിച്ചവൻ. വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും ബിമാ കാനൂ ബിആയാതിനാ യളിമൂൻ. ഇനി ആരുടെ തുലാസിൽ കർമ്മങ്ങൾ വെക്കുമ്പോൾ നന്മക്ക് പകരം തിന്മയാണോ കനം തൂങ്ങുന്നത്, അവനാണ് നഷ്ടം സംഭവിച്ചവൻ,
അവൻ അവനെ തന്നെയാണ് നഷ്ടപ്പെടുത്തിയവൻ, ആരുമല്ല അവനെ പിഴപ്പിച്ചത്. അത് ശ്രദ്ധിക്കണം, അള്ളാഹുവിന്റെ പ്രയോഗം നോക്കണം. ഉലൈകല്ലദീന ഖസിറു എന്ന് പറഞ്ഞു, അവരാണ് നഷ്ടപ്പെടുത്തിയവർ അംഫുസഹും, അവരുടെ ആത്മാവിനെ. അള്ളാഹുവിന്റെ പ്രയോഗം നോക്കണം. വേറെ ആളെ കൂടെ നടന്നതുകൊണ്ടോ ഇങ്ങനെ ജീവിച്ചതുകൊണ്ടോ മറ്റുള്ളവർ അവനെ പഴപ്പിച്ചതുകൊണ്ടല്ല, അവൻ തന്നെ അവനെ നഷ്ടപ്പെടുത്തി. എന്നിട്ട് പറയാണ്, കാരണം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവൻ കളവാക്കി, അവൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോയി. അതുകൊണ്ട് കർമ്മങ്ങൾ തൂക്കൽ, അവിടെയാണ് നമ്മൾ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് പറയാം. അവിടെ ആ തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്ന രണ്ട് വാക്ക് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഇതാണ് രണ്ട് വാക്ക്. അതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്നും പറയണ്ട. കലിമത്താനി ഹബീബത്താനി ഇലർ റഹ്മാൻ ഖഫീഫത്താനി അലൽ ലിസാൻ തഖീലത്താനി ഫിൽ മീസാൻ. ഈ 3 കാര്യങ്ങളും പറഞ്ഞ് എന്തുകൊണ്ടാ? രണ്ട് വാക്ക് പറയാൻ. എന്താ വാക്ക്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. നമുക്ക് ഇവിടെ വെച്ചിരുന്ന് പറയാം. അതിന് പ്രത്യേക എണ്ണ ഉണ്ടോ? നമുക്കറിയാം, ചില ദിക്റുകൾ ചില എണ്ണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് പറയാൻ അതൊരു 10 വട്ടം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ 3 തവണ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ 100 തവണ പറഞ്ഞാൽ അല്ല, എത്രയും തവണ നമുക്ക് പറയാം. എണ്ണമില്ലാത്ത ഒരു ദിക്റാണ്. പക്ഷേ മീസാനിൽ കനം തൂങ്ങുന്ന അമലാണ്. നാളെ പരലോകത്ത് നാം സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് വേർതിരിക്കുന്നത് മീസാനിൽ കനം തൂങ്ങുമ്പോൾ. അതാണ് ഫമയ്യ അമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമയ്യ അമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. നമുക്കൊക്കെ പരിചയമുള്ള മനപ്പാടമുള്ള സൂറത്തുൽ ഖാരിയയിലെ ആയത്താണ്. ആരുടെ തുലാസിൽ ഒരു കടുകുമണിയോളം, നമുക്ക് പറയാവുന്ന ഒരു ഉറുമ്പിന്റെ കാലിന്റെ വെയിറ്റ്, അതിന്റെ കനം ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അത് അവിടെ അവർക്ക് കാണാനാണ്. നമ്മളെ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ പറ്റാത്തത്ര ഗോപ്യമായ ഒരു കാര്യമാണ് ഉറുമ്പിന്റെ കാല് എന്ന് പറഞ്ഞത്. ആ ഉറുമ്പിന്റെ കാലൊരു തുലാസിലിട്ട തൂക്കിയാൽ എത്ര ഉണ്ടോ അതൊരു മനുഷ്യനൊരു അമലായി ചെയ്തിട്ടുണ്ടോ അതല്ല കൊണ്ടുവരുന്ന അതിന്റെ അർത്ഥം. അതങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു ഉറുമ്പിന്റെ കാലിന്റെ കനം മൂലം ഒരു തിന്മ ചെയ്താലോ അതും അല്ല കൊണ്ടുവരും. നന്മ മാത്രമല്ല, അതാണ് ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം അവനോട് പറഞ്ഞ, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സുഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫിൽ അർളി യഅതി ബി അല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. മോനെ, നീ ഒരു കടുകുമണിയോളം ഉള്ള ഒരു കാര്യം ചെയ്തു, എന്നിട്ട് അത് പാറക്കെട്ടുകളിലാണ് നീ ഒളിപ്പിച്ചു വെച്ചത്, ആരും കണ്ടിട്ടില്ല, നീ മാത്രം കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് ആർക്കും കാണാൻ പറ്റാത്ത രൂപത്തിൽ അത്രയും ഗോപ്യമായ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു അമലാണ് നീ ചെയ്തതെങ്കിലും, ഇനി അത് ആകാശഭൂമികളിലാണ് നീ ചെയ്തതെങ്കിലും അള്ളാഹ് അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒരു വാപ്പൊരു മകൻക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. അത് മതി മക്കൾ നന്നാവാൻ. നീ എന്ത് ചെയ്താലും, ആരുടെ മുന്നിൽ പറ്റിച്ചാലും, എന്ത് മറച്ചു വെച്ചാലും, ആര് ചോദിച്ചാലും ഒരിക്കലും ഞാൻ പറയൂല എന്ന് പറഞ്ഞ കാര്യമാണെങ്കിലും, അതിന് എത്ര നിസ്സാരമാണെങ്കിലും, അത് എത്ര നിങ്ങളുടെ കണ്ണിൽ വളരെ ലഘുവായ വളരെ നവറായ കാര്യമാണെങ്കിലും അള്ളാഹ് അത് കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് വിശ്വാസമാണ്. അത് അള്ളാഹ് പഠിപ്പിച്ചു തരിക. ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ഏറ്റവും വലിയ മാതാപിതാക്കൾക്ക് മാതൃകൾ ഉപ്പ സൂറത്തുൽ ലുക്മാൻ എന്ന സൂറത്തിൽ പഠിപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ടാണ് മീസാനിൽ ആ കർമ്മങ്ങളെല്ലാം കൊണ്ടുവന്ന് അള്ളാഹു സുബ്ഹാനഹു തആല തൂക്കും. എന്നിട്ടാണ് നീ സ്വർഗത്തിലാണോ നരകം. ആ മീസാനിൽ നിനക്ക് ഏറ്റവും കനമാണോ, എന്നാൽ നിനക്ക് ഏറ്റവും പ്രയാസമില്ലാതെ നീ വണ്ടി ഓടിക്കുമ്പോൾ, കച്ചവടം ചെയ്യുമ്പോൾ, വീട്ടിലിരിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, കാറിൽ യാത്ര ചെയ്യുമ്പോൾ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ഇനി നീ എവിടെ യാത്ര ചെയ്യുന്നില്ല, ബെഡിലെ കിടക്കണമെങ്കിൽ തന്നെ നിനക്ക് നിന്റെ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണോ, മീസാനിൽ കനം തൂങ്ങണോ, നീ പറഞ്ഞോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അത്ര പറഞ്ഞാൽ മതി. ഇനി ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാലോ അതും മതി. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ തംലഉൽ മീസാൻ, മീസാൻ നിറയുന്ന വാക്കാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാലോ തംലഉൽ മീസാൻ, മീസാൻ നിറയുന്ന വാക്കാണ്. പക്ഷെ എന്തുവാണ് ഇതൊക്കെ പറയുമ്പോൾ ഈ നിയ്യത്ത് വേണം. നമ്മളൊക്കെ എത്ര തവണ ഒരു ദിവസം പറയുന്നു, ആരെങ്കിലും ചോദിച്ചു എന്താ വിശേഷം,
എന്താ സുഖം? അൽഹംദുലില്ലാ. പക്ഷെ അതൊരു നമ്മളെ ഒരു പതിവായ ഒരു വാചകം മാത്രമാവരുത്. ഞാനൊരു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ തംലഉൽ മീസാൻ, എൻ്റെ മീസാനിൽ കനന്തു. ഇനി നോക്കി, ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഈ ദുനിയാവിൽ ഏറെ സ്ഥാനവും മാനവും ആദരവും കോടിപതിയും തടിമാടനും നല്ല വെയിറ്റുള്ള ഒരാൾ കൊണ്ടുവരുന്നു പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നഹു ലയതിർ റജുലുൽ അളീമുസ് സമീൻ. ദുനിയാവിൽ ഏറെ തടിമാടനായ നല്ല വെയിറ്റുള്ള, നമ്മളൊക്കെ നാട്ടിൽ ഇപ്പൊ പറയാൻ പറ്റില്ല, നല്ല ജിമ്മിനൊക്കെ പോയി നല്ല ആരോഗ്യമുള്ള നല്ല കനമുള്ള, എന്നാലോ പോരാ നല്ല സ്ഥാനവും മാനവും ജനങ്ങളൊക്കെ ആദരിക്കുന്ന ഒരാൾ കൊണ്ടുവരുന്ന. എന്നിട്ട് പറയില്ല പക്ഷെ അവന് അള്ളാന്റെ അടുത്ത് ഒരു കൊതുകിന്റെ ചിറകിന്റെ കനം പോലെ അള്ളാഹ് അവനക്ക് വില കൊടുക്കൂല. ഒരു കൊതുകിന്റെ ചിറകിന്റെ വൈറ്റത്ര ആ കനം പോലും അവനക്ക് കൊടുക്കൂല, ആ സ്ഥാനം അള്ള കൊടുക്കൂല. എന്നിട്ട് അള്ളാന്റെ റസൂൽ നമ്മളൊക്കെ ഇന്ന് ഓതിയ സൂറത്തുൽ കഹ്ഫിലെ 105-ാമത്തെ ആയത്താണ് ഓതി തരുന്നു. വഖാല, എന്നിട്ട് റസൂൽ പറഞ്ഞു ഇഖ്റഉ ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ. നാളെ പരലോകത്ത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഞാനൊരു തൂക്കവും നിലനിർത്തുകയില്ല. അപ്പൊ ദുനിയാവിൽ നമ്മളുടെ സ്ഥാനവും മാനവും തടിയും മിടുക്കുമെന്നും അല്ല നാളെ മീസാനിൽ കനം തൂങ്ങാനുള്ളത്. നാളെ മീസാനിൽ നമ്മൾ കനം തൂങ്ങണമെങ്കിൽ നമ്മളെ ശരീരം കൊണ്ട് തൂക്കിയാൽ ആ തൂങ്ങൂലാന്ന. ഇവിടെ 100 കിലോ 110 കിലോനുള്ള നല്ല ആരോഗ്യമുള്ള ആളാണെങ്കിൽ അവിടെ തൂങ്ങിയാൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ കനം പോലും ഉണ്ടാവില്ല. പിന്നെ അവന്റെ തൂക്കത്തിന്റെ കനം എങ്ങനെ കിട്ടും? അവന്റെ വിശ്വാസം തൗഹീദ് ഉണ്ടായിരിക്കണം. എന്നിട്ട് പിന്നെ ആ തൗഹീദ് അനുസരിച്ച് അവൻ ചെയ്യുന്ന പ്രവർത്തന ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. പിന്നെ ഇബാദത്തുകൾ നിർവഹിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എൻ്റെ ഉമ്മത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഓഫറാണ് ചെറിയ അമലുകൾ വലിയ പ്രതിഫലങ്ങൾ. നമ്മൾ മുൻഗാമികളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷം ജീവിച്ചിരുന്നു. പക്ഷെ അവർക്കൊക്കെ പോലെ അമലുകൾ നമുക്ക് കിട്ടണമെങ്കിൽ ചുരുങ്ങിയ ആയുസ്സിൽ വലിയ പ്രതിഫലങ്ങൾ നമുക്ക് അള്ളാഹു നൽകി. അതുകൊണ്ട് നമ്മൾ അത് പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മരണത്തിന് ശേഷമുള്ള ലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു തൂക്കി നോക്കുമ്പോഴാണ് നമ്മൾ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന് നമുക്ക് നിർവഹിക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് നമ്മുടെ കർമ്മങ്ങൾ തൂങ്ങണമെങ്കിൽ നമ്മുടെ ഈമാൻ ശരിയാവണം, വിശ്വാസം ശരിയാവണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിന്റെ ആളുകളായി മാറണം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവനോട് മാത്രം സഹായം ഏത് സമയത്തും എത്ര ബുദ്ധിമുട്ടുള്ള സമയത്തും നമ്മൾ ആദ്യം മുൻഗണന കൊടുക്കണം അള്ളാഹുവിനായിരിക്കണം. നമ്മളെ ചിലപ്പോൾ സഹായിക്കാൻ ചില പടപ്പുകളോട് പറഞ്ഞാൽ അവരെ കൊണ്ട് സഹായിക്കും. ചില കാര്യങ്ങൾ, ചില കടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ, ചില ബുദ്ധിമുട്ടിൽ കഴിഞ്ഞാൽ, ഇന്ന ആളെ വിളിച്ചാൽ ചിലപ്പോൾ ആ പ്രശ്നങ്ങൾ തീരും. എന്നാലും നമ്മൾ ആദ്യം മുൻഗണന കൊടുക്കേണ്ട അള്ളാഹുവിനായിരിക്കണം. അള്ളാഹുവിനോട് ചോദിക്കണം, അള്ളാഹുവിനോട് പരിഹാരം ചോദിക്കണം, അള്ളാഹുവിനോട് പറയണം. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ ആദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടായിരിക്കണമെന്നാണ്. കാരണം നമുക്കൊരു ചെരുപ്പ് വാങ്ങാനും ഒരു ചെരുപ്പ് പൊട്ടി അടുത്ത ചെരുപ്പ് വെക്കാനൊക്കെ 150 രൂപ മതി. പക്ഷേ ആ ചെരുപ്പ് നമ്മുടെ കാലിൽ വെച്ച് ധരിക്കുവാനുള്ള തൗഫീക്ക് അല്ല തരണം. പക്ഷെ ആ സമയത്ത് നമ്മുടെ കാലിന് വല്ല അപകടമോ വല്ല കാല് വഴുക്കളിക്കലോ അല്ലെങ്കിൽ കാല് വല്ല വഴുതലോ വീഴലോ പറ്റിയാൽ ചെരുപ്പിടാൻ പറ്റില്ലല്ലോ. ചെരുപ്പ് നമ്മൾ 100, 200, 500, 1000 വാങ്ങി വരുന്ന സമയത്താണ് നമ്മൾ കാലിന് വല്ല അപകടം പറ്റി, പിന്നെ ആ ചെരുപ്പ് വല്ല ഉപയോഗിക്കാൻ പറ്റുമോ? നീ വാങ്ങി. അതുകൊണ്ടാണ് പറഞ്ഞത് നീ ആദ്യം ചോദിക്കണം അള്ളാഹുവിനോട്. അപ്പൊ ഈമാൻ വേണം, അതുപോലെ തന്നെ ഇഖ്ലാസ് വേണം. എന്ത് ചെയ്യുമ്പോഴും മനസ്സിൽ തട്ടി ചെയ്യണം. കേവലം നാവ് കൊണ്ട് ഇങ്ങനെ ദിക്റുകൾ ചെയ്യലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ദിക്റുകൾ ചെയ്യണം. ആ ദിക്റിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ഒരു മത്സ്യത്തിന് വെള്ളത്തിന് എത്രമാത്രം ആവശ്യമുണ്ടോ അതുപോലെ ഒരു മനുഷ്യന്റെ ദിക്റുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ദിക്റുൻ നാസി ദാഉൻ, ജനങ്ങളെ കുറിച്ച് പറയുക, ജനങ്ങൾ എന്ത് വിചാരിക്കും, ജനങ്ങൾ എന്തൊക്കെ പറയാ, ആ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് രോഗമുണ്ടാക്കുക. ഞാൻ ഇന്ന് ചെയ്ത ഇന്ന ആൾ എന്തൊക്കെ പറഞ്ഞു, ഇതിനെ പറ്റിയിട്ട് ഇന്ന ആൾ എന്തൊക്കെ പറഞ്ഞു, അത് നമ്മൾ ഓരോന്ന് കേൾക്കുക, നമ്മൾ മനസ്സിൽ ഇങ്ങനെ വിഷമം കൂടെ ചെയ്യുക, രോഗം ഉണ്ടാവുക. അള്ളാഹിനെ കുറിച്ച് എപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ടോ അത് മനസ്സിന് സമാധാനവും ശാന്തിയും സന്തോഷം. അല്ല പറഞ്ഞു, അല്ലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കുമ്പോഴാണ് ഹൃദയങ്ങൾക്ക് സമാധാനം പൂർണ്ണമായി ലഭിക്കുക. അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ അമലുകൾ
യാതൊരു വിധത്തിൽ അധ്വാനമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അമലുകൾ നമ്മൾ ചെയ്യുക. അങ്ങനെ അള്ളാഹുവിനോട് തൗഫീഖിനെ ചോദിക്കണം. കാരണം റബ്ബ് നമുക്ക് പറയണം. ഇപ്പൊ ഈ ദിക്ർ, ഈ പറയുന്ന ഈ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം ഞാനും നിങ്ങളൊന്ന് ചൊല്ലിയിട്ടുണ്ടോ? നമ്മൾ ചോദിക്കണം. അത് എന്താ ഈ തുലാസിൽ കനം തൂങ്ങുന്നത്? എന്തുകൊണ്ട് നമുക്ക് ചൊല്ലാൻ സാധിക്കില്ല? അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകിയതാണ്. അള്ളാഹു നമുക്ക് തോന്നിപ്പിച്ചില്ല. അപ്പൊ അത് തോന്നിപ്പിക്കണം. എത്രയും ചെയ്യാം. കനം തൂങ്ങുന്നതാണ്. അല്ലെങ്കിൽ നമ്മളെ തടി കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ഒന്നും തന്നെ നാളെ പരലോകത്ത് നമ്മൾ രക്ഷപ്പെടുകയില്ല. ഈ തുലാസിൽ തൂക്കണ സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്നു. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വഹിബതിഹി വ ബനീ എന്ന് പറഞ്ഞു. തുലാസിൽ ഇങ്ങനെ തൂക്കും. ഉപ്പാന്റെ തുലാസിൽ ഇങ്ങനെ തൂങ്ങണ സമയത്ത് മക്കളും ഭാര്യയൊക്കെ ഉണ്ടാവും. അപ്പൊ തുലാസിൽ എന്തുണ്ട്? സമമായി നന്മയുടെയും തിന്മയുടെയും കനം ഒരുപോലെ വന്ന് അപ്പൊ എന്ത് ചെയ്യും? ഒരു പിതാവ് മക്കളെ നോക്കും, ഭാര്യയെ നോക്കും. അവരെവിടെ എന്തെങ്കിലും നിസ്കാരം, ഒരു സക്കാത്ത് എനിക്ക് തന്നാൽ ഞാൻ ഇപ്പൊ രക്ഷപ്പെടും. തരൂല എന്ന് പറഞ്ഞു. അതാണ് യൗമ യഫിറുൽ മർഉ മിൻ അഖീ. ഒരു മനുഷ്യൻ തന്റെ സഹോദരനെ വിട്ട് ഓടുന്ന ദിവസം. നമ്മൾ സാധാരണ പറഞ്ഞ പോലെ ഓടിയ പുല്ല് മുളക്കൂല, അതുപോലത്തെ ഓട്ടത്തിനെ യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബി. ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും ഓടും. വ സ്വാഹിബതി വ ബനി. പിന്നെ അവന്റെ ഏറ്റവും അടുത്ത ജീവിത സഖിയായ അവന്റെ ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും അവൻ ഓടും. അത് ഏതാ സന്ദർഭം? ഈ തുലാസിൽ മനുഷ്യന്റെ കർമ്മങ്ങൾ തൂക്കണ സമയത്ത് തന്നെ രക്ഷിക്കുവാൻ ഈ പറയുന്ന ആളുകളൊന്നും എന്റെ കൂടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ ഓടും. ഇന്ന് അവർക്ക് വേണ്ടി ദുനിയാവിൽ ഞാൻ ജീവിച്ചു, അള്ളാഹുവിനോട് ചെയ്യേണ്ട ഇബാദത്തുകളും കടമകളും ഹക്കുകളുമെല്ലാം നിർവഹിക്കാൻ കഴിയാത്തത് ഈ മക്കൾക്കും ഭാര്യക്കും ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ജീവിച്ച് നമസ്കാരം കളഞ്ഞു, ഇബാദത്തുകൾ കളഞ്ഞു, ഖുർആൻ പാരായണം കളഞ്ഞു. അങ്ങനെ പ്രവാസിയായിട്ടും നാട്ടിലും ദുനിയാവിന് വേണ്ടി ജീവിച്ചു. പക്ഷേ ഈ പരലോകത്തെ എൻ്റെ കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന സമയത്ത് എൻ്റെ കർമ്മങ്ങൾ, നന്മയുടെയും തിന്മയുടെയും കർമ്മങ്ങൾ സമമായി വന്നപ്പോൾ ഒരു നന്മയുടെ കർമ്മം മറ്റവനോട് തരാൻ ചോദിച്ചപ്പോൾ അവൻ ഇവിടേക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് അള്ള പറയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഒറ്റക്കൊറ്റക്കായി റബ്ബിന്റെ മുമ്പിൽ വരും. നമ്മുടെ കർമ്മങ്ങളെ നമുക്ക് നാളെ സഹായമായിട്ടുണ്ടാവും. അതുകൊണ്ട് ചെറിയ ചെറിയ അമലുകൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, അല്ലാഹുവേ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയും ചെയ്യുന്നു. അല്ലാഹുവേ നീ വലിയവനാകുന്നു, നിനക്കാണ് എല്ലാ പരിശുദ്ധിയും എന്നുള്ള ഈ ദിക്റുകളൊക്കെ നമ്മൾ ധാരാളം ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മുടെ തുലാസിൽ കനം തൂങ്ങുന്ന അമലുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഒരിക്കൽ നമ്മുടെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരൊക്കെ നമ്മുടെ ഉമ്മയാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞു. സത്യവിശ്വാസികളുടെ ഒക്കെ ഉമ്മയാണ് നബിയുടെ ഭാര്യമാരൊക്കെ. നമ്മുടെ ഉമ്മാന്റെ സ്ഥാനത്താണ് അവർക്ക്. ആ നബിയുടെ ഭാര്യമാരിൽപ്പെട്ട ഒരു ഭാര്യ ജുവൈരിയ ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ നബിയുടെ കൂടെ സുബഹി നിസ്കരിച്ചിട്ട് പള്ളിയിലിരുന്നു. നബി സുബഹി നിസ്കരിച്ചപാട് നേരെ പുറത്തൊക്കെ പോയി തിരിച്ചൊരു ദുഹാ നമസ്കാരത്തിന് വേണ്ടി, ഏതൊക്കെ സൂര്യനൊക്കെ ഉദിച്ച് ഭൂമിയൊക്കെ ചൂടായ സമയത്താണ് പ്രവാചകൻ തിരിച്ചു വരുന്നത്. ആ സമയത്തും ജുബൈര റളിയല്ലാഹു അൻഹ ആ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ സുബഹി നിസ്കരിച്ചപ്പോൾ എവിടെയാണ് സലാം വീട്ടിയിരുന്നത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ദിക്ർ ചൊല്ലിയിട്ടാണ്, വെറുതെ ഇരിക്കല്ലേ, ദിക്റുകൾ ദുആകൾ. പ്രവാചകൻ ചോദിച്ചു, എന്താ ഇതേ അവസ്ഥയിലാണ് ഞാൻ പോകുമ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്, ഇത് എത്രയും സമയമായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ ഇവിടെ, അപ്പൊ ഞാൻ ദിക്ർ ദുആല്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജുവൈരിയ റളിയല്ലാഹു തആല, ഞാൻ 4 വചനങ്ങൾ നിനക്ക് അർബഉ കലിമാത്ത്, ഈ 4 വചനങ്ങൾ നീ ഇപ്പൊ ചൊല്ലുകയാണെങ്കിൽ ഇതുവരെ ചൊല്ലിയ എന്തൊക്കെ ദിക്റുകളുണ്ടോ ആ ദിക്റുകളുടെ കനവ് ഒരു തുലാസിലും, ഞാൻ ഇപ്പൊ പറഞ്ഞ 4 ഒരു തുലാസിൽ തൂക്കിയാൽ ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ 4 മറ്റുള്ള കർമ്മങ്ങളെക്കാൾ കനം തൂങ്ങെന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്തു പറഞ്ഞു? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. ഇതാണ് 4. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന അല്ലാഹുവിനെ നമ്മൾ പരിശുദ്ധപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയാണ്
അദദ ഖൽഖി. അല്ലാഹ് നീ എന്തൊക്കെ ലോകത്ത് സൃഷ്ടിച്ചു നമുക്കറിയില്ല. അള്ളാഹ്ക്ക് എത്ര സൃഷ്ടികളുടെ എത്ര എണ്ണം എന്നുള്ളത്, അതിന്റെ എണ്ണം അത്രയും. വറിളാ നഫ്സിഹി, അള്ളാഹു എന്തൊക്കെ തൃപ്തിപ്പെടുന്നോ എന്തൊക്കെ കാര്യം അതിന്റെ എണ്ണം അത്രയും. വസിനത അർശിഹി, അള്ളാഹുവിന്റെ അർശ് സിംഹാസനം അതിന്റെ കനം എത്ര നമുക്കറിയില്ല, അതിന്റെ ഭാരത്തോളം. അതുപോലെ വമിദാദ കലിമാതി, അള്ളാഹുവിന്റെ വചനങ്ങൾ അത് എത്ര നമുക്കറിയില്ല. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തുള്ള മുഴുവൻ മരങ്ങളും, ഈ ഭൂമിയിലുള്ള മുഴുവൻ മരങ്ങൾ പേനയാവുകയും എന്നിട്ട് ഈ ഭൂമിയിലുള്ള കടൽ മുഴുവൻ, അതിലെ മുഴുവൻ വെള്ളവും മഷിയാവുകയും ചെയ്യാൽ അള്ളാഹുവിന്റെ വചനം എഴുതി തീരുവല്ല. വലൗ അന്നമാ ഫിൽ അർളി മിൻ ശജറത്തിൻ അഖ്ലാമുൻ വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദി സബ്അതു അബ്ഹരിൻ മാ നഫിദത് കലിമാത്തുല്ലാഹ് എന്ന് സൂറത്തുൽ ലുഖ്മാൻ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തുള്ള മുഴുവൻ വൃക്ഷങ്ങൾ പേനയാവുകയും അതുപോലെ തന്നെ കടലിലെ വെള്ളം മുഴുവൻ മഷിയാവുകയും പോരാ, അതിന് പുറമെ 7 കടലുകൾ ഉണ്ടാവുകയും അതിലെ മുഴുവൻ വെള്ളങ്ങളും മഷിയായിട്ട് അള്ളാഹുവിന്റെ വചനങ്ങൾ കലിമാത്തുള്ള എഴുതുവാൻ തീരുമാനിച്ചാൽ മാ നഫിദത്ത് കലിമാത്തുള്ള എന്നവർ, അള്ളാഹുവിന്റെ കലിമത്ത് ഒരിക്കലും നിങ്ങൾക്ക് എഴുതി തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിന്റെ എണ്ണം അത്രയും നിനക്കാണ് പരിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ഇതുവരെ ചൊല്ലിയ മുഴുവൻ ദിക്റുകൾക്ക് എത്ര കനമുണ്ടോ മീസാനിൽ, അതിനേക്കാൾ കനം തൂങ്ങും ഈ 4 വാക്കുകൾക്ക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. ഈ 4 എണ്ണം നമ്മൾ ചൊല്ലിയിട്ടുണ്ട്. രാവിലെ ചൊല്ലേണ്ടതാ 3 തവണ. ഇന്ന് രാവിലെ അദ്കാർ സ്വബാഹിൽ ചൊല്ലേണ്ടതാ 3 തവണ ചൊല്ലണത്. എന്നാൽ ഇത് കിട്ടും. അങ്ങനെയാണ് നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നാളെ കർമ്മങ്ങളെ നാളെ നമ്മൾ രക്ഷപ്പെടുത്താണ്ടാവും. അതുകൊണ്ട് ചെറിയ ചെറിയ അമലുകൾ അതിന് വലിയ പ്രതിഫലം നൽകിയിട്ട് അത് നമ്മൾ പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാകുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ട് ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും ഗഫൂറും ഗഫാറുമായ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഏവർക്കും പുറത്തു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك.